ജിൻഡു യഥാർത്ഥത്തിൽ ഇന്നിപ്പോൾ അബ്ദുൽ ഖാദർ മാഷ് പറയുന്നത് അബ്ദുൽ ഖാദർ പറയുന്നത് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞത് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന മട്ടിലുള്ളൊരു പ്രതികരണമല്ല നടത്തിയത്. പകരം ഇടതുപക്ഷം ഇവിടെ നിലനിൽക്കണം എന്ന ആഗ്രഹം എങ്ങനെയാണ് തെറ്റാവുക എന്നാണ് സച്ചിദാനന്ദൻ മാഷ് ചോദിക്കുന്നത്. ജയിച്ചാൽ മാത്രമേ പാർട്ടി നിലനിൽക്കൂ എന്ന് ഒരു ജനാധിപത്യകാംക്ഷിയും കരുതിക്കൂടാ എന്നാണ് സച്ചിദാനന്ദൻ മാഷ് പറഞ്ഞത്. കുറച്ചുകൂടി വിശാലമായ ഒരു ഇടതുപക്ഷത്തിൻ്റെ ആശയ പരിസരത്തു നിന്നല്ലേ, അത് കേരളത്തിൻ്റെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് വ്യാഖ്യാനിച്ച നമ്മളാണോ തെറ്റുപറ്റിയത്? അല്ല, എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം ഡോക്ടർ അരുൺകുമാർ. ഈ സച്ചിദാനന്ദൻ മാഷിനെ ഇവർ ഒന്നും ചെയ്യാതിരുന്നാൽ മാത്രം മതി. വിമർശിക്കുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പായതുകൊണ്ട് വലിയ പരിക്കൊന്നും ഇല്ലാതെയൊക്കെ നിൽക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ പറയുന്നത് കേരളം പൊതുവെ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള സംസ്ഥാനമാണല്ലോ. കേരളത്തിൽ കോൺഗ്രസും CPM ഒക്കെ ഇടതുപക്ഷം, ആരാ മികച്ച ഇടതുപക്ഷം എന്നുള്ളതാണല്ലോ ഒരു അക്കാദമിക് ആയിട്ടുള്ള ചർച്ച പൊതുവെ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നടക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ് വലതുപക്ഷമാണെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഭാഗമാണ് കേരളത്തിലെ കോൺഗ്രസ്. ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ ഒപ്പം ഇന്ത്യ മുന്നണി രൂപീകരിച്ച് മത്സരിച്ച പാർട്ടിയാണ് CPM. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനോടൊപ്പം നിന്ന് മത്സരിക്കുന്ന CPM കേരളത്തിൽ വരുമ്പോൾ കോൺഗ്രസ് വലതുപക്ഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വലതു വ്യതിയാനമാണോ കേരളത്തിന് പുറത്ത് സംഭവിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസിന് വലതുപക്ഷം എന്ന് പറയുന്നത്, ഐഡിയോളജിക്കലി കോൺഗ്രസിൻ്റെ പൊസിഷൻ സെൻട്രൽ ലെഫ്റ്റാണ്. പല കാലങ്ങളിലും പല നേതാക്കന്മാർക്കും ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ടൊക്കെ ഉണ്ടാവും. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ പോലും കോൺഗ്രസ് ഒരു ലെഫ്റ്റ് പാർട്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുക തന്നെ വേണം. ഇനി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആരാ മികച്ച ഇടതുപക്ഷം എന്നുള്ളതല്ലേ ചർച്ച? സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കേരളത്തിൻ്റെ ഭരണാധികാരിയെ, മുഖ്യമന്ത്രിയെ കാണാൻ വരുമ്പോൾ അവരെ ചേർത്ത് നിർത്തുന്നതാണ് ഇടതുപക്ഷം. അവരോട് മാറി നിൽക്കുന്നും ഇരിക്കുക അവിടെ എന്നും ആക്രോശിക്കുന്നത് അത് ഇടതുപക്ഷമല്ല, അത് വലതുപക്ഷമാണ്. അത് CPM ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇങ്ങനെ ചെയ്യുന്നത് ആരാ? അത് പിണറായി വിജയൻ്റെ കാലത്താണ്. അവിടെയാണ് സച്ചിദാനന്ദൻ മാഷിൻ്റെ വിമർശനം കാലികമാകുന്നത്. തുടർച്ചയായി ഭരണം കിട്ടിയപ്പോൾ CPMൻ്റെ പ്രാദേശിക നേതാക്കന്മാർ തൊട്ട് പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് വരെ ധാർഷ്ട്യമാണ് അവരുടെ മുഖമുദ്ര. ധാർഷ്ട്യമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്. സാധാരണക്കാരുടെ സങ്കടങ്ങൾക്ക് കാതു കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇവരിപ്പോൾ പറയുന്നത്, ഇവർ കുറേ കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ നെഗ്രിയുടെയും റാങ്സീറിൻ്റെയും പേര് പറഞ്ഞാൽ നാക്കൊളുക്കും. ഇത്രയും വലിയ ചിന്തകരുടെ കഥയൊന്നും പറയണ്ട. സാധാരണ മനുഷ്യരെന്താ ഈ സർക്കാർ പറയുന്നത് മനസ്സിലാക്കാത്തത്? ഇവരുടെ സ്വന്തം സഖാക്കന്മാർക്ക് എന്താ ഇത് മനസ്സിലാക്കാത്തത്? CPMനകത്ത് CPMൻ്റെ കേഡർ സിസ്റ്റത്തിലൂടെ പതിറ്റാണ്ടുകളായിട്ട് അവർ പരുവപ്പെടുത്തി കൊണ്ടുവന്ന സഖാക്കന്മാർക്ക് പോലും മനസ്സിലാകാത്ത കാര്യം പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് വൃഥാവിലാവിലാണ് ഇവർ. ഞാൻ ചോദിക്കട്ടെ, MV ഗോവിന്ദൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കാണുമ്പോൾ ഈ പാർട്ടിയോട് അടുക്കാനാണോ ഓടി അകലാനാണോ സഖാക്കന്മാർക്ക് തോന്നുക? ഇവരൊന്നും ഇരുത്തി ചിന്തിക്കേണ്ടതാണ്. ഇനി തുടർഭരണം കിട്ടിയാൽ പാർട്ടിക്ക് ക്ഷീണമുണ്ടാകും എന്നുള്ളത് സച്ചിദാനന്ദൻ മാഷിൻ്റെ പുതിയ കണ്ടെത്തലൊന്നുമല്ല. ബംഗാളിലെ ഭരണം പോയപ്പോൾ CPMൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ വിലയിരുത്തലാണ്. അത് പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിലൊരു സാമൂഹ്യ പ്രവർത്തകൻ, ഒരു സാംസ്കാരിക നേതാവ് പറയുമ്പോൾ അയാളെ ഇവർ കൂട്ടം ചേർന്ന് സൈബർ ആക്രമണം നടത്തുന്നു. ആക്രമണം നടത്തിയിട്ടും വഴങ്ങാതെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞതിലാണ് ശരിയെന്ന് പൊതുബോധം സൃഷ്ടിക്കപ്പെടുമ്പോൾ പെട്ടെന്ന് പറയുകയാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടല്ല പറഞ്ഞതെന്ന്. തെരഞ്ഞെടുപ്പ് സമയത്തല്ലാതെ പിന്നെ എപ്പോഴാണ് പറയേണ്ടത് തുടർഭരണം കിട്ടുന്നത് ശരിയല്ല എന്ന്? ഞാൻ പറയുന്ന തുടർഭരണം കിട്ടുക എന്നുള്ളതൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. നല്ല കാര്യങ്ങൾ ചെയ്ത സർക്കാരുകൾക്ക് തുടർഭരണം കിട്ടേണ്ടതാണ്, തുടർന്ന് ഭരിക്കേണ്ടതുമാണ്. പക്ഷേ എങ്ങനെ തുടർഭരണം കിട്ടിയ തുടർഭരണം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ഓഡിറ്റ് ചെയ്യപ്പെടണം. ഓരോ സർക്കാരിനെ ഓഡിറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു ഇടതുപക്ഷ സ്വഭാവമാണെന്ന് ഞാൻ വിചാരിക്കുക. ഇവിടെ അദ്ദേഹം ജയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, CPM വിമർശനം ഫാസിസത്തിലേക്ക് നയിക്കുമെന്ന്. മറ്റേതോ രാജ്യത്തേക്ക് കമ്മ്യൂണിസ്റ്റ് വിമർശനത്തെ ഫാസിസത്തിലേക്ക് നയിച്ചു, നിയോ ഫാസിസ്റ്റുകളൊക്കെയാണ് അവിടെ വന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നു. CPM വിമർശനം ഫാസിസത്തിലേക്ക് നയിക്കേണ്ട കാര്യമില്ല. ഓൾറെഡി കേരളത്തിലെ സർക്കാരിന് ഒരു ഫാസിസ്റ്റ് സ്വഭാവമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന് ഫാസിസ്റ്റ് സർക്കാരല്ല എന്ന് പറഞ്ഞ കണ്ടെത്തൽ നടത്തിയ പാർട്ടിയാണ് CPM. അപ്പോൾ കേരളത്തിലെ CPMന് ഫാസിസ്റ്റ് സ്വഭാവമുണ്ട്. അത് ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അത് നമുക്ക് എണ്ണി പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലേക്കൊന്നും വിശദമായി കിടക്കുന്നില്ല. പക്ഷേ ജയ്ക്ക് ഒരു കാര്യം പറഞ്ഞു, ഭൂമി ഏറ്റെടുത്തതിൻ്റെ പേരിൽ കേരളത്തിൽ ആരെങ്കിലും കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കണ്ണീരൊഴുക്കിയൊന്ന് ഉണ്ട്? ജയ്ക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ പോയി മഞ്ഞക്കുറ്റി ഇട്ടപ്പോൾ തന്നെ ആയിരക്കണക്കിന് മനുഷ്യർ പോലീസിൻ്റെ അടികൊണ്ട് ജയിലിൽ പോയി കണ്ണീരൊഴുക്കി കേസിൽ പ്രതിയാണ്.
എന്താ കേരയിൽ പദ്ധതിക്ക് വേണ്ടി. അപ്പം നിങ്ങൾ ഓരോന്നും നല്ല വടിവത്ത അക്ഷര വടിവുള്ള വാക്കുകളിൽ അങ്ങനെ പറയുമ്പോൾ ആളുകളുടെ ഓർമ്മകളെ മറയ്ക്കാമെന്ന് വിചാരിക്കരുത്. നിങ്ങൾ പറഞ്ഞില്ലേ ആളുകളുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് തീരുമാനിക്കുന്നത്. ആ ജീവിതാനുഭവത്തിൽ നിന്നാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ വിധി എഴുതിയത്, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ വിധി എഴുതിയത്, നിയമസഭാ ബൈ ഇലക്ഷൻസിൽ വിധി എഴുതിയത്. നമ്മളൊക്കെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ നേതാക്കന്മാരുമല്ലേ. തെരഞ്ഞെടുപ്പിൽ ജനം തെരഞ്ഞെടുത്തപ്പോഴല്ലേ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് കിട്ടിയ അംഗീകാരമാണെന്ന്. അതേ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് തിരുത്താനുള്ള അവസരമാണ്, തിരുത്തലാണ് എന്ന് നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റാത്തത്. നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് അത് തള്ളിക്കളയുന്നത്? അപ്പം നിങ്ങൾ ജനങ്ങളെയാണ് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഓർമ്മ വെല്ലുവിളിക്കുക. ഇവിടെ താങ്കൾ ഒരു കാര്യം പറഞ്ഞു, ഡൽഹിയിൽ പോയി പലസ്തീൻ അനുകൂല മുദ്രാവാക്യം മുഖ്യമന്ത്രി വിളിച്ചു എന്ന്. അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട് കേരളം ഭരിക്കുമ്പോഴാണ് ഫലസ്തീൻ അനുകൂലമായിട്ട് ഇസ്രായേലിനെതിരെ സമരം ചെയ്ത ആളുകൾക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തത്. CAA സമരകാലത്ത് നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വലിച്ച മനുഷ്യർക്കെതിരെ കലാപാഹ്വാനത്തിന് കേസെടുത്തത് പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന കാലത്താണ്. നിങ്ങൾ മധുരയിൽ പോയി കഫിയെ അണിഞ്ഞു, പിണറായി വിജയൻ അടക്കം. പക്ഷേ ഈ വടകര തെരഞ്ഞെടുപ്പിൽ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയ സഖാക്കന്മാർക്കെതിരെ സംഘടനാപരമായ നടപടിയോ നിയമപരമായിട്ടുള്ള നടപടിയോ സ്വീകരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല. അപ്പം നിങ്ങൾ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാത്തതിന് കാരണം ഇതൊക്കെയാണ്. നിങ്ങൾ വലിയ കപടതയാണ് പുറപ്പെക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒറ്റ വാചകം കൂടി കഴിഞ്ഞ ദിവസം KK ശൈലജ പറഞ്ഞു തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നത് LDF സർക്കാരാണെന്ന്. UDF കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി. ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതി കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ പിന്തുണ ഉണ്ടായിരുന്നു സത്യം. പക്ഷേ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ആവിഷ്കരിച്ച് അത് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ പിന്തുണ ഉണ്ടായിരുന്നില്ല. ആ പദ്ധതിയുടെ അവകാശം ഇവരെ ഏറ്റെടുത്തു. ഞാൻ വിചാരിക്കുന്നത് ഇതിനൊക്കെ പിന്തുണ കൊടുക്കുന്നത് ഇവരുടെ സൈബർ പോരാളികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇപ്പോഴത്തെ ഇവരുടെ ടിങ് ടാങ്ക് ആയിട്ടുള്ള നികേഷ് കുമാറാണെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം നല്ലൊരു പ്രതികാരമാണ് ചെയ്യുന്നത്. കേരളത്തിൽ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ സിനിമ ഹിറ്റായിട്ടുണ്ട്. അതിനുശേഷം നികേഷിന്റെ പ്രതികാരമാണ് ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്നത്. KK ശൈലജയുടെ കള്ളത്തരം പൊളിച്ചു കളയുന്നു. അച്ഛനെ പിന്നിൽ നിന്ന് കുത്തി അച്ഛനെ നിയമസഭയ്ക്കകത്ത് ആക്രമിച്ച പാർട്ടിയെ കൂടെ നിന്ന് പണി കൊടുക്കുന്ന പണിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ സാധാരണക്കാരുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കരുത്. നിങ്ങൾ ജയിച്ചാലും ഞങ്ങൾ ജയിച്ചാലും പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതാനുഭവങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കപ്പെടേണ്ടത് എന്നുള്ള ഒരു അടിസ്ഥാനപരമായ ബോധ്യം നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല. സാംസ്കാരിക നേതാക്കന്മാർ നമ്മളെ തിരുത്താൻ നോക്കുമ്പോൾ അവരെ ആക്ഷേപിക്കാൻ പാടില്ല. ഈ ചർച്ചയിൽ തന്നെ MN കാരശ്ശേരി മാഷ് KPCC അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് തമാശ രൂപേണ പറഞ്ഞു. അത് ഞങ്ങൾ അതിൽ ഉൾക്കൊള്ളുക. ഞാൻ അതിന് പകരം അദ്ദേഹത്തെ ആക്ഷേപിക്കുകയല്ലല്ലോ ചെയ്യേണ്ടത്. നിങ്ങളുടെ നേതാക്കന്മാർ എന്താ ചെയ്തത്, നിങ്ങളുടെ സഹപ്രവർത്തകർ എന്താ ചെയ്തത്? ഈ ചർച്ചയിലും ജയ്ക്ക് സച്ചിദാനന്ദ മാഷിനെ ആക്ഷേപിച്ചിട്ടില്ല കേട്ടോ. അത് ടാഗോറിന്റെ കവിതയിലൂടെ ആ വിമർശനത്തെ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു എന്നാണ് പറഞ്ഞത്. CPM നേതാക്കളും അങ്ങനെ പറഞ്ഞു. ബിനോയ് വിശ്വം പറഞ്ഞത് കാതടച്ചിട്ടില്ല എന്ന് തന്നെയാണ്, വിമർശനത്തെ ഉൾക്കൊള്ളുന്നു എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. സൈബർ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് ഏതെങ്കിലും രീതിയിൽ പരിധി വിട്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എങ്കിലും സച്ചിദാനന്ദ മാഷിനെ പ്രകോപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. Debate with Dr. Arun Kumar.